നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥ. കുരുന്നു പ്രതിഭകൾ മാറ്റുരച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ അങ്കനവാടി കലോത്സവം. വിഷുവിനൊരു കണിവെള്ളരി എന്ന പദ്ധതിയുടെ ഭാഗമായി മണലൂരിൽ കണിവെള്ളരി കൃഷിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥ തളിക്കുളം പത്താംകല്ലിൽ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. BJPയും RSSും സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തുകയാണ്. അവർക്കെതിരായി എല്ലാ മതനിരപേക്ഷകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോൺഗ്രസ് പൊരുതും. ഒരു കാരണവശാലും വർഗീയതയ്ക്കും വർഗീയ ഫാസിസത്തിനും ഞങ്ങളെല്ലാ വർഗീയതയ്ക്കും എതിരാണ്. എല്ലാ ഫാസിസത്തിനും എതിരാണ്. ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കോൺഗ്രസ് എതിരാണ്. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളിലെ വർഗീയവാദികളെ കോൺഗ്രസ് എതിർക്കും. ഒരു കാരണവശാലും PF ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ കോൺഗ്രസ് ഒരു കാരണവശാലും വളരാൻ സമ്മതിക്കില്ല. RSSനെ എതിർക്കുന്ന പോലെ പോപ്പുലർ ഫ്രണ്ടിനെയും കോൺഗ്രസ് ഒരുപോലെ എതിർക്കും. മുസ്ലിം ന്യൂനപക്ഷ വർഗീയ ഫാസിസത്തിനും ഞങ്ങളെതിരാണ്. ഹിന്ദു ഭൂരിപക്ഷ വർഗീയ ഫാസിസത്തിനും ഞങ്ങളെതിരാണ്. കോൺഗ്രസിന്റെ നയം അതാണ്. അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല, BJPയെ താഴെയിറക്കാൻ വേണ്ടി മാത്രമല്ല. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്. അത് ലോകം ബഹുമാനിക്കുന്ന രാഷ്ട്രീയമാണ്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് BJPക്കും എതിരായ ഈ പോരാട്ടത്തിൽ എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വാഹന പ്രചരണ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TU ഉദയൻ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, NS അയ്യൂബ്, CM നൌഷാദ്, ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം, ഹിറോഷ് ത്രിവേണി എന്നിവർ സംസാരിച്ചു. തളിക്കുളം, അന്തിക്കാട്, താന്യം, വലപ്പാട്, നാട്ടിക എന്നീ പഞ്ചായത്തുകളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ മണ്ഡലം പ്രസിഡന്റുമാരായ PS സുൾഫിക്കർ, KB രാജീവ്, ആൻഡോ തൊറയൻ, K വേണുഗോപാൽ, CV വികാസ്, PM സിദ്ദീഖ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PM അമീറുദ്ദീൻ ഷാ, CR രാജൻ, VK പ്രദീപ്, CR അറുമുഖൻ, ജയ്ക്കോ, ഷൈൻ നാട്ടിക, AN സിദ്ധപ്രസാദ്, സന്ദീപ്, PK നന്ദനൻ, E രമേശൻ, ഷമീർ മുഹമ്മദ് അലി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണ, ഗഫൂർ തളിക്കുളം, CV ഗിരി, MV സജീവൻ, P വിനു, AM മെഹബൂബ്, സുമന ജോഷി, ഷൈജ കിഷോർ, CS മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തുകളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ വലിയ അഴിമതി നടന്നതായി പുറത്തു വന്നിട്ടുണ്ട്. പഞ്ചായത്തുകൾക്കെതിരെ ശക്തമായ സമരമുണ്ടാകുമെന്ന് ജാഥ ക്യാപ്റ്റൻ PI ഷൗക്കത്ത് അലി പറഞ്ഞു. തളിക്കുളം പുതിയങ്ങാടി ബാലസുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ വലപ്പാട് SIക്ക് നേരെ ആക്രമണം. ഉത്സവവുമായി ബന്ധപ്പെട്ട് രാത്രി നടന്ന ഗാനമേളയ്ക്കിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ അടിപിടി നടക്കുന്നതറിഞ്ഞ് എത്തിയ വലപ്പാട് SI എബിനെയാണ് കല്ലുകൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ SIയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതികളായ പുതിയങ്ങാടി സ്വദേശികളായ അനന്തു, അഖിലേഷ് എന്നിവരെ പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. PMGSY പദ്ധതിയിൽ കഴിമ്പ്രം ബീച്ച് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായ 18 പേരെ കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തരാക്കി വെറുതെ വിട്ട് ഉത്തരവായി. എടമുട്ടം മുതൽ തവളക്കുളം വരെ നിലവിൽ 6 മീറ്റർ മാത്രം ഉണ്ടായിരുന്ന റോഡ് പദ്ധതി നിർവഹണത്തിന് വേണ്ടി 10 മീറ്ററായി വീതി കൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. PN സുജീന്ദ്, EK തോമസ്, KM അബ്ദുൽ മജീദ്, KS ഷാജു, TU ഉദയൻ, NK ബീദി ഹരൻ, സുമേഷ്, ബേബി രാജൻ, ലെന്നി ഹരിദാസ്, മുത്തൂസ് അബൂബക്കർ, ഷെബി കാസിം, PK ശശിധരൻ, VB ഷെരീഫ്, MM ഇക്ബാൽ, PV വത്സൻ, ബിന്ദു രാജു, മാധവ് ബാബു, വാഴപ്പുള്ളി, മനോജ് മാത്യു എന്നിവരായിരുന്നു പ്രതികൾ. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് KS സുലാൽ,
അഡ്വക്കേറ്റ് അൻസാർ എന്നിവർ ഹാജരായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ മണ്ഡലം സെക്രട്ടറിയും AITUCയുടെ ജില്ലാ നേതാവുമായിരുന്ന KA ആനന്ദന്റെ 10ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്ക് അതീതമായ ഒരുപാട് വിഭാഗം ജനങ്ങളുമായി ഉറ്റബന്ധം പുലർത്തിപ്പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവായിരുന്നു സഖാവ് ആനന്ദേട്ടൻ. വളരെ സൗമ്യശീലനായിട്ടുള്ള ഒരാളായിരുന്നു. ഞാനിവിടെ കൃഷ്ണങ്കണിയാമ്പറമ്പിലിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ, രണ്ടാമത്തെ ഇലക്ഷനും മൂന്നാമത്തെ ഇലക്ഷനും ഇവിടെ ചുമതലക്കാരനായിട്ട് ISFൻ്റെ പ്രവർത്തകനായി പ്രവർത്തകനായിട്ട് വരുന്ന കാലത്ത് ആനന്ദേട്ടനാണ് ഇവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ചുമതലകളുമായിട്ട് ഓഫീസിലുണ്ടാകുമായിരുന്നത്. അപ്പോൾ ആ കാലം മുതൽ തന്നെ ആനന്ദേട്ടനായിട്ട് വളരെ അടുത്ത ബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് വളരെ സൗമ്യമായ രീതിയിൽ എല്ലാ ആളുകളോടും പെരുമാറി. ഇവിടെ നേരത്തെ മുന്നണി ബന്ധം തന്നെ CPI CPM ആയിട്ട് ഉള്ള കാര്യങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിലൊക്കെ ആനന്ദേട്ടൻ പ്രധാനപ്പെട്ട ഒരു പാലമായി തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സഖാവ് ആനന്ദേട്ടൻ. അതിൽ പ്രത്യേകത മറ്റെല്ലാ വിഭാഗം ആളുകൾക്കും ആനന്ദേട്ടനോടൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരാളോട് പോലും അങ്ങനെ കടുത്ത വാക്കുകളോ അല്ലെങ്കിൽ കരുത്ത് സംസാരിക്കുകയോ ചെയ്യാത്ത വളരെ സൗമ്യശീലനായിട്ടുള്ളൊരു നേതാവിനോട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ അടുപ്പവും ആനന്ദേട്ടന് ഉണ്ടായിരുന്നു. മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സജന പർവീൻ, ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ VV പ്രദീപ്, കിഷോർ വാഴപ്പള്ളി, തളിക്കുളം ലോക്കൽ സെക്രട്ടറി സുഗതൻ, വലപ്പാട് അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സീമ രാജൻ, LDF നാട്ടിക പഞ്ചായത്ത് കൺവീനർ വിജയരാഘവൻ, മഹേഷ് NM, TC ഉണ്ണികൃഷ്ണൻ, ജിനീഷ് ഐരാട്ട്, AIYF നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ് നാട്ടിക, ബ്ലോക്ക് മെമ്പർ ബിജോഷ് ആനന്ദൻ, സലാം PA, വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ വലപ്പാട്, സീന കണ്ണൻ, വിനു പട്ടാലി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ കണ്ണൻ രാമനാഥൻ, സുഫൈജ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനകീയ ആസൂത്രണം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി കലോത്സവം നാരങ്ങമിഠായി എന്ന പേരിൽ സംഘടിപ്പിച്ചു. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. അർജിത് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ആഘോഷങ്ങളും അതുപോലെ തന്നെ പുതുവത്സര പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ന്യൂ ഇയർ പ്രോഗ്രാമുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് അതിൽ ഏറ്റവും സുപ്രധാനമായ ഭിന്നശേഷി കുട്ടികൾ അടക്കമുള്ള ഭിന്നശേഷി സുഹൃത്തുക്കളുടെ കലാമേളയും ബ്ലോക്ക് തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലെല്ലാം വളരെയധികം ഭംഗിയായി തന്നെ നമുക്ക് ഒരു ആഘോഷമാക്കി തന്നെ നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കലോത്സവമാണ് ഇന്നിവിടെ അംഗൻവാടി കലോത്സവം. പ്രത്യേകിച്ചും കൊച്ചുമക്കളുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ വൈശാഖ് സൂചിപ്പിച്ച പോലെ നമ്മളുടെ പത്രത്തിലെല്ലാം നമുക്ക് കാണാം, നവമാധ്യമങ്ങളിലടക്കം നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള കലോത്സവ മേളയിൽ വാർഡ് മെമ്പർ EP അജയ് ഘോഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ വൈശാഖ് വേണുഗോപാൽ, രശ്മി ഷിജു, സിജി സുരേഷ്, മണി ഉണ്ണികൃഷ്ണൻ, BK മണിലാൽ, ഷൈൻ നെടിയിരുപ്പിൽ, ICDA സൂപ്പർവൈസർ ഷീനത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നന്മ നിറഞ്ഞ പ്രവർത്തനം നടത്തിയ നാട്ടിക SN ഹയർ സെക്കൻഡറി സ്കൂൾ NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷിനെയും വിദ്യാർത്ഥികളെയും ആദരിച്ച് സഹകരണ ബാങ്ക്. ചാവക്കാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ തൃപ്രയാർ ബ്രാഞ്ചിലെ 2 ലേല നടപടികൾ നേരിടുന്ന വായ്പാ ഫയലുകൾ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള NSS യൂണിറ്റിന്റെ പ്രയത്നത്തിന്റെ ഫലമായി നിർധനരായ AKG കോളനിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെയും തൃപ്രയാർ പൂളി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറും കാരുണ്യ പ്രവർത്തകനുമായ കാളക്കുടുവത്ത് സന്തോഷിന്റെയും വായ്പകൾ പൂർണ്ണമായി അടച്ചു തീർക്കുകയും ആധാരങ്ങൾ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ സുരേഷ് മേനോൻ, സെക്രട്ടറി KA ബൈജു, ജീവനക്കാരായ NS സുനിൽ, K ശശിധരൻ, വിനോഷ് വടക്കേടത്ത്, മെൽവിൻ P ജോർജ്, വിഷ്ണു, സുസ്മിത എന്നിവർ പങ്കെടുത്തു. NSS സഹ കോർഡിനേറ്റർ ഷൈജ EB, വിദ്യാർത്ഥികളായ ഹിബ ഫാത്തിമ, അക്ഷിത് എന്നിവരെയും ആദരിച്ചു.
ബുധനാഴ്ച 4 മണിക്ക് തൃശൂർ കളക്ട്രേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ആധാരം കൈമാറും. കാർഷിക വികസന പേരിൽ എടുത്ത 2 ലോണുകൾ ശരഭ ടീച്ചറും കൂടെ വർക്ക് ചെയ്യുന്ന NSന്റെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തി കൊടുത്തു. പ്രത്യേകിച്ച് സന്തോഷിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ടീച്ചർ നേരിട്ട് ഇടപെടുകയും കുട്ടികളുടെ സഹകരണത്തോടുകൂടി അതിന് ടീച്ചർക്ക് എല്ലാ പിന്തുണയും കൊടുത്തു. സ്കൂളിൽ നിൽക്കുന്നവരും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഈ അവസ്ഥ നന്ദി പറയുന്നത്. വലപ്പാട് ഉപജില്ലാ കായികമേള വിജയികൾക്ക് നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ അനുമോദനം സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് നീതു അനിൽ, സ്കൂൾ ലീഡർ നന്ദന ഗിരീഷ്, ബാബു, KR ബൈജു, MR രാഖി എന്നിവർ സംസാരിച്ചു. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ ബൈജു മാഷ് എന്താ പറയുക, ഇരട്ടി പണി മാഷല്ലേ മാഷെ. എന്താ പറയാ, കായിക അതും പരിശീലിപ്പിക്കണം, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒരുപാട് വർക്കുകൾ ഇപ്പോൾ നമുക്കറിയാലോ ടീച്ചേഴ്സിനുണ്ട്. അതൊക്കെ അതിനിടയിലും ഇത്തരത്തിലെ ഈ ഒരു പരിപാടിയിൽ ഏർപ്പെട്ട് അവർക്കൊരു ഉന്നത വിജയം കരസ്ഥമാക്കാൻ എല്ലാ വർഷവും സാധിക്കുന്നുണ്ട്. അത് ഇനിയും തുടർന്നു പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും. ഇപ്പൊ ഇവിടെ നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞ എല്ലാവരും കേട്ടാ? എന്ത് കേട്ടെ? സ്കൂൾ വിട്ട് എവിടേക്കാ പോണ്ടേ? വീട്ടിലേക്ക് തന്നെ പോണേട്ടാ. ആര് വിളിച്ചാലും മിഠായി ലഡു എന്തൊക്കെ കാട്ടി വിളിച്ചാലും പോകരുത്, അത് വാങ്ങരുത് കേട്ടാ. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപ്രയ. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വിഷുവിനൊരു കണിവെള്ളരി എന്ന പദ്ധതിയുടെ ഭാഗമായി മണലൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ കണിവെള്ളരി കൃഷി ഇറക്കി. ഏപ്രിൽ മാസം വിഷുവിന് വിളവെടുക്കാവുന്ന രീതിയിൽ അത്യുൽപാദന രീതിയിലുള്ള തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. തരിശായി കിടക്കുന്ന 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത്. വയൽമിത്ര കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൂട്ടം പ്രസിഡന്റ് ലില്ലി ഇഗ്നീഷ്യസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി BP ആന്റണി, ഷീബ മനോഹരൻ, ലതിക, റിനി റെജി, പ്രബീഷ് എന്നിവർ സംസാരിച്ചു. ഇനി ഈ കൃഷിക്കൂട്ടത്തിൽ കൂടിയാണ് എല്ലാ ആനുകൂല്യങ്ങളും കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് പേരെ മാത്രമാണ് അംഗങ്ങളാക്കിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിനകത്ത് എല്ലാവരും കർഷകരാണ്. എല്ലാവരും നമുക്ക് ഈ കൃഷിക്കൂട്ടത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. എല്ലാ വിഭാഗം ജനങ്ങളെയും, പച്ചക്കറി കൃഷി മാത്രമല്ല, ക്ഷീര കർഷകർ, മത്സ്യ കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ കർഷകരെയും നമ്മൾ ഈ കൃഷിക്കൂട്ടത്തിനുള്ളിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്.
ഈ കൃഷിക്കൂട്ടം മുഖാന്തരമാണ് എല്ലാ സബ്സിഡികളും വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഘട്ടം ഘട്ടമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലം വരുന്ന ഒരു തരിശു ഭൂമിയാണിത്. ഇവിടെ വലിയ കൃഷിയൊന്നും നടത്താത്തൊരു സ്ഥലമാണ്. അത് ഇവിടുത്തെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികൾ നമുക്ക് അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി തരികയുണ്ടായി. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയായി പ്രേമൻ കാണാട്ടിനെ തെരഞ്ഞെടുത്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ പ്രേമൻ കാണാട്ട് മണലൂർ സ്വദേശിയാണ്. മണലൂർ കുറുവങ്ങാട്ടിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഭുവനേശ്വരി പൂജയും കാവടിയാട്ട വഴിപാട് സമർപ്പണവും നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കാവടിയാട്ടവും നാദസ്വരമേളവും തുടർന്ന് രാത്രി ഭുവനേശ്വരി ദേവിക്ക് വിശേഷാൽ പൂജയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാർത്തികേയൻ കുറുവങ്ങാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് അജീഷ്, സെക്രട്ടറി ഷിജു, ട്രഷറർ KS ശശി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. തളിക്കുളം പുതിയങ്ങാടി ശ്രീ ബാലസുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, ഗാനമേള എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മണ്ഡാമുള്ളിമഠം കണ്ണൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ കൃഷ്ണൻ കോറോട്ട്, ഷാജി തട്ടാരപുരയ്ക്കൽ, അശോകൻ നെമ്പട്ടി, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഷിഹാബ്, ആരോമൽ, രമേശൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് അരയംപറമ്പിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസം വൈകിട്ട് ദീപാരാധന, രാത്രി ഭഗവതി സേവ, പ്രസാദവൂട്ട്, ദേവിക്ക് രൂപക്കളം, കളത്തിൽ നൃത്തം എന്നിവ നടന്നു. ദേവസ്ഥാനാധിപതി രവി രത്നാകരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന വാഹന പ്രചരണ ജാഥ. കുരുന്നു പ്രതിഭകൾ മാറ്റുരച്ച വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ അങ്കനവാടി കലോത്സവം. വിഷുവിനൊരു കണിവെള്ളരി എന്ന പദ്ധതിയുടെ ഭാഗമായി മണലൂരിൽ കണിവെള്ളരി കൃഷിക്ക് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.